കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിരുന്നു കേരള കോൺഗ്രസ് LDF വിടുവോ അല്ലെങ്കിൽ രണ്ടിലെ പിളരുമോ എന്നൊക്കെയുള്ള കാര്യം. പക്ഷേ ഇന്ന് LDFിൻ്റെ കൂടെ തന്നെ തുടരുന്നുള്ളത് ജോസ് കെ മാണി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് KP സേതുനാഥാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യത്തിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഹാരി പറഞ്ഞതുപോലെ കേരളത്തിലെ കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള വളരെ സജീവമായൊരു ചർച്ചയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ച് UDFിലേക്ക് പോകുമെന്നുള്ളത്. ഒരുപക്ഷെ ആ പാർട്ടിയുടെ ഔദ്യോഗികമായ നേതാക്കളാരും തന്നെ അങ്ങനെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായിട്ടോ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. പ്രധാനമായിട്ടും മാധ്യമങ്ങളിലാണ് ആ ചർച്ച വന്നത്. UDF കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ ചർച്ചയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ടും വരുന്നത് അല്ലെങ്കിൽ വന്നിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ജോസ് കെ മാണി, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാനും പാർട്ടി നേതാവുമായ ജോസ് കെ മാണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ LDFിൽ തന്നെയാണ് നിൽക്കുന്നത്, LDFിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകുന്ന സാധ്യതയും ഇല്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണെന്നുള്ളത്, അതിനൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് അത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വാചകം കൂടെ ഉണ്ട്, അതായത് കേരള കോൺഗ്രസ് എവിടെ നിൽക്കുന്നു അവിടെയാണ് എപ്പോഴും ഭരണം ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു വാചകം കൂടെ പറഞ്ഞു. അപ്പം മാധ്യമങ്ങൾ ഇനി അതിൻ്റെ മുകളിലായിരിക്കും ഒരുപക്ഷെ വലിയ ചർച്ചകൾ നടക്കുന്നത്. ഇത് എന്താണ് ഭരണമുള്ള ഭാഗത്താണ് കേരള കോൺഗ്രസ് എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഭരണം UDFിനാണ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താ പറയുക വിലയിരുത്തൽ വളരെ സജീവമാണ്. അപ്പോൾ ഇനി അതാണോ ഉദ്ദേശിച്ചത് എന്നുള്ള നിലയിലുള്ള വളരെ ഇൻ്റർപ്രറ്റേറ്റീവായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വരും. പക്ഷേ ഇതിപ്പം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പൊതുവിൽ അതിൻ്റെ രാഷ്ട്രീയ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ അത് എപ്പോഴും ഒരു UDF അനുകൂല നിലപാടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് കോൺഗ്രസ്സിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടാണ് തുടങ്ങുന്നത് 70 അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന് കേരള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന PT ചാക്കോയ്ക്കെതിരായിട്ടുള്ള കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ഗ്രൂപ്പിസവും പിന്നെ കേരളത്തിലെ കർഷകരുടെ താല്പര്യമെന്ന് എന്നുള്ള നിലയിൽ കേരളത്തിൻ്റേതായിട്ടുള്ള ചില സാമ്പത്തിക അവകാശങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു തികച്ചും ഇതായിട്ടുള്ള ഒരു സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയിലാണ് അത് രൂപം കൊള്ളുന്നത്. അത് പ്രധാനമായിട്ടും സെൻട്രൽ ട്രാവൻകൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അതിൻ്റെ ആദ്യത്തെ ഒരു അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് ക്രിസ്ത്യൻ സമുദായവും ഒരു നായർ സമുദായവുമായിരുന്നു. അവരായിരുന്നു അതിൻ്റെ നേതൃനിരയിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക വീക്ഷണമായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാന അടിത്തറ തന്നെയുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവം. ആ നിലയിലാണ് അത് നിന്നത്. പക്ഷേ കോൺഗ്രസിനോടുള്ള ഒരു എതിർപ്പെന്നുള്ള നിലയിൽ ആദ്യം അവർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതല്ല. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ കാലത്താണ് കേരള കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പക്ഷത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് വളരെ പ്രമുഖനായിരുന്ന പത്രപ്രവർത്തകനായിരുന്ന KC ജോൺ എന്ന് പറയുന്ന അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ ലേഖകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, കേരള ദ മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ക്രിസ്ത്യൻ ക്ലെർജി അല്ലെങ്കിൽ ചർച്ച് അധികാരികളെ ഇന്ദിരാഗാന്ധി അവരുമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ്റെ മുകളിലാണ് കേരള കോൺഗ്രസ് ഈ കോൺഗ്രസ് മുന്നണിയിൽ അന്നത്തെ ഭരണമുന്നണിയിൽ ചേരാനായിട്ട് സമ്മതിച്ചു. അന്നത്തെ ഭരണമുന്നണിയിൽ കോൺഗ്രസും CPIയും RSP തുടങ്ങിയ പാർട്ടികളായിരുന്നു, മുസ്ലിം ലീഗുമായിരുന്ന പ്രധാന കക്ഷികൾ. അതിനോടൊപ്പം ചേരാൻ ഇവരെ നിർബന്ധിതമാക്കി എന്ന് പറയുന്നതാണ്. അതായത് എന്തോ സമ്മർദ്ദം ഉപയോഗപ്പെടുത്തിയാണ് ഇവരെ ഭരണമുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദത്തിന് കാരണം എന്താണെന്ന് പറയുന്നത് പിൽക്കാലത്ത് ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖ ക്രിസ്ത്യൻ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ ഉപയോഗിച്ചും കൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ്. അപ്പോൾ ഇത് രണ്ടിലും തന്നെയും വളരെ വ്യക്തമായിട്ട് കത്തോലിക്ക സഭ ഈ രാഷ്ട്രീയ കക്ഷിയുടെ പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലെ ഈ 3 അതിരൂപതകൾ പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി ഈ പറയുന്ന രൂപതകൾക്കെല്ലാം തന്നെ വളരെ നിർണായകമായ സ്വാധീനമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഏതെല്ലാം നിലയിലേക്കാണ് പോകുന്നതെന്നുള്ളത്.
പക്ഷേ ഇന്ന് ജോസ് കെ മാണി അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിച്ചു, സഭയുടെ സമ്മർദ്ദം കൊണ്ടാണോ നിങ്ങൾ UDFിലേക്ക് പോകുന്നതെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചു. അദ്ദേഹം അത് പറഞ്ഞത് സഭ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, അത് അവരുടെ സാമൂഹികവും മറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇടപെടുന്നത്. അതും കേരള കോൺഗ്രസിൻ്റെ നയങ്ങളും തമ്മിൽ ചില പോയിന്റുകളിൽ യോജിപ്പുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ ആ വിശദീകരണമൊന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ര വിശ്വാസയോഗ്യമല്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ പറയുന്ന മുന്നണി മാറ്റത്തെക്കുറിച്ചിട്ടുള്ള ഈ ചർച്ച ഇപ്പോൾ ഇത്രയധികം സജീവമായതെന്നുള്ളതാണ്. അവിടെയും നമുക്ക് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അനൗദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് കത്തോലിക്ക സഭയുടെ തന്നെ വളരെ ശക്തമായ ഒരു ഇടപെടൽ എന്നുള്ള നിലയിലാണ്. കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് അതിൽ ഇടപെടുന്നതെന്ന് പറയുന്നത്, കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കത്തോലിക്കയുടെ ക്ലർജി അല്ലെങ്കിൽ അവരുടെ ആ പൗരോഹിത്യത്തിന് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വേണ്ടത്ര നിലയിലുള്ള ഒരു സ്വാധീനം ഇല്ല. അപ്പോൾ ആ സ്വാധീനം ഇല്ലാത്തതിൻ്റെ ഒരു നിലയിൽ ആ സ്വാധീനം വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ടാണ് കേരള കോൺഗ്രസ്സുകൾ, 2 കേരള കോൺഗ്രസ്സുകളാണ് അല്ലെങ്കിൽ 3 കേരള കോൺഗ്രസ്സുകളുണ്ട് ഇപ്പം. ജോസഫ്, മാണി, പിന്നെ ജേക്കബ്. അത് ഒറ്റയാൾ പട്ടാളമാണ്, പക്ഷേ എന്നാലും ഒരു വിഭാഗം ഈ കത്തോലിക്ക സഭയായിട്ടല്ല വേറൊരു സഭയായിട്ട് ബന്ധമുള്ളതാണ് അതിൻ്റെ നേതൃത്വം. അപ്പോൾ അങ്ങനെയുള്ള ഈ സഭയുടെ പൗരോഹിത്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ മുന്നണി മാറാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് പറയുന്നു. അതിനെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുക എന്ന് പറയുന്നത്, അവർ വേറൊരു രീതിയിലാണ് അത് റീഡ് ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അവർ പറയുന്നത്, അല്ലെങ്കിൽ സഭയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു തോന്നലനുസരിച്ചിട്ട് കേരളത്തിലെ UDF മുന്നണിയിൽ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന പാർട്ടി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുകളിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിന് തുല്യമായ നിലയിലുള്ളൊരു സ്വാധീനം നേരത്തെ കേരള കോൺഗ്രസ്സിന് ഇപ്പം കെ എം മാണിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അതുപോലുള്ളൊരു സ്വാധീനം ആ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പാർട്ടികൾക്ക് ആ നിലയിലുള്ളൊരു സ്വാധീനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ മുന്നണി മാറി അപ്പുറത്തെ മുന്നണിയിൽ പോയതുകൊണ്ട് കാര്യമില്ല, ഈ നിലയിൽ മുന്നണിയിൽ തിരിച്ചു വന്നിട്ട് ആ സ്വാധീനം ഉറപ്പിക്കുക. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ UDFിലെ സ്വാധീനത്തിന് ചെക്ക്മേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാധീനം എന്നുള്ള നിലയിലേക്ക് ഇതിനെ വളർത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ ഒരു ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം ഉറപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതെന്നാണ്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഭയും BJPയുമായി നടക്കുന്ന ചില കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളുടെ ഭാഗവും കൂടെയാണ് ഇതെന്നും കൂടെ വേണമെങ്കിൽ അത് ഉടനെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. BJPയും കേരളത്തിലെ ക്രിസ്ത്യൻ സഭ, കത്തോലിക്ക സഭ നേതൃത്വവും തമ്മിലുള്ള ഒരു ചില കൊടുക്കൽ വാങ്ങലുകൾ വളരെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുകൂടെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യണം. കാരണം അതിനൊരു പൊളിറ്റിക്കലായ ഞങ്ങൾക്ക് ഇത്രയധികം ശക്തിയുണ്ട്, കേരള കോൺഗ്രസ്സുകൾ ഈ UDF മുന്നണിയിൽ നിൽക്കുമ്പോൾ യോജിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നണിയിൽ 2 കക്ഷികളായിട്ട് നിൽക്കുമ്പം തന്നെ അവർക്ക് ഒരു ഇരട്ട അക്ക സംഖ്യ അവർക്ക് MLAമാരെന്നുള്ള നിലയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വെച്ചും കൊണ്ട് തന്നെ അവർക്ക് നാളെ BJP ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി അല്ലെങ്കിൽ ബാർഗൈനിങ് പവർ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും കൂടെയുണ്ട്. അപ്പം അതിനെ ചുക്കാൻ പിടിക്കുന്നത് ഈ പറയുന്ന ക്രിസ്ത്യൻ സഭയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു അനൗപചാരികമായിട്ടെങ്കിലും അങ്ങനെ ഒരു തോന്നൽ എല്ലായിടത്തും സജീവമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പം ജോസ് കെ മാണി വളരെ വ്യക്തമായിട്ട് LDFിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എത്ര കാലത്തോളം രാഷ്ട്രീയത്തിൽ ഒന്നും പെർമനൻ്റ് അല്ല എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ പറയുന്ന രീതിയിലുള്ള പല മാറ്റങ്ങളും രാഷ്ട്രീയത്തിൽ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല.